71 ചൂണ്ടിക്കാട്ടി രാജ്യസ്നേഹത്തിൽ മോദിക്കും ഒരുപടി മുകളിൽ നിന്ന ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തിയ കോൺഗ്രസുകാർക്ക് ശശി തരൂർ തന്നെ മറുപടി നൽകി. ഈ മറുപടിയൊക്കെ പറയുന്ന ശശി തരൂർ സ്വന്തം പ്രവർത്തക സമിതി ഇരിക്കുമ്പോൾ എന്തിന് നരേന്ദ്രമോദിയോട് കോൺഗ്രസ് നേതാക്കൾ ഈ സംശയങ്ങൾ ഉന്നയിക്കണം? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. നമ്മൾ ഈ ശശി തരൂരിന് ഇന്ത്യയിൽ മുഴുവൻ വലിയ ഒരു സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞൊക്കെ തെറ്റാണ്. അത് വടക്കേ ഇന്ത്യയിലൊന്നും പോകാത്തതിനെ കൊണ്ടാണ്. ഇവിടെയൊക്കെ പോകണം. അവിടെ 95% ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്നേ. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മൾ പുതിയതാണോ? അങ്ങനെ ബുദ്ധിജീവിയാണ് പോകണമെങ്കിൽ ആദ്യം പാർലമെന്റിൽ വിട്ടുവിടുക. നമ്മൾ ഏതെങ്കിലും പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അഡ്വക്കേറ്റ് ജയശങ്കറിന്, നമ്മുടെ കൂട്ടത്തിലൊരു കാര്യപ്പെട്ട ബുദ്ധി ഏറ്റവും അധികം ഫോളോയിങ് ഉള്ള ആൾ ജയശങ്കറാണ്. മൂപ്പരെ വിട്ടാൽ ആ പാർട്ടിനെ കുട്ടിച്ചോറാക്കി കൊടുത്തോളും മൂപ്പര്. അപ്പൊ ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞ സാധനം രാഷ്ട്രീയത്തിന് ഫിറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. കോൺഗ്രസ് നേതൃത്വത്തിന് ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ? എനിക്ക് സംശയമാണ്. ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ പലരും പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ പരസ്പരം ഭിന്നമായിരുന്നു. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാണ് ഓരോ നേതാക്കന്മാരും പറഞ്ഞത്. കോൺഗ്രസ് ഒരു പാർട്ടിയിൽ അതൊക്കെ സ്വാഭാവികമാണ്. കോൺഗ്രസ്സിലെ എല്ലാ ആളുകളും അലക്കി തേച്ച ഒരേ അഭിപ്രായം പറഞ്ഞുകൊള്ളുന്ന ഒരു കാലത്തും അങ്ങനെ ഒരു ചട്ടമോ നിയമമോ ഉണ്ടായിരുന്നില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം തന്നെ ശശി തരൂർ പറയാവൂ എന്ന് ആർക്കും ശടിക്കാൻ പറ്റുകയില്ല. ഒന്നാമത് ശശി തരൂരിന് കാര്യവിവരമുണ്ട്. അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തിയാണ്, ബുദ്ധിജീവിയാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അങ്ങനെ KSUവിൽ കൂടിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ കൂടിയോ സേവാദളിൽ കൂടിയോ ഒന്നും വന്ന് നേതാവായ ആളല്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലാണ്ടാവുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒരു ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം ഏത് സമയത്തും തുറന്നു പറയാറുണ്ട്. ഈ വിഷയത്തിൽ മാത്രമല്ലോ, എത്രയോ വിഷയങ്ങളിൽ അദ്ദേഹം ഇതിനു മുമ്പും ഭിന്നമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് പറഞ്ഞ പോലെ, ഹൈബി ഈഡൻ പറഞ്ഞ പോലെയുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ KC വേണുഗോപാലോ കൊടിക്കുന്നിൽ സുരേഷോ പറയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഡോക്ടർ ശശി തരൂരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അദ്ദേഹം സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പുള്ളി കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ടുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. ഇനി കോൺഗ്രസ്സുകാർക്ക് തീരെ അദ്ദേഹത്തെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടാം, അത്രേ ഉള്ളൂ. അതിന് നഷ്ടം കോൺഗ്രസ് പാർട്ടിക്കാണ്, അല്ലാണ്ട് ശശി തരൂരിനല്ല. ഡോക്ടർ ശശി തരൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് കോൺഗ്രസ്സിന് സങ്കല്പിക്കാവുന്നതിന് വെച്ച് കൂടിയ ഒരു ബുദ്ധിജീവിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ CPM-ലാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ 1/2 ഡസൻ അല്ലെങ്കിൽ 3/4 ഡസൻ ബുദ്ധിജീവികൾക്ക് ഒരു ക്ഷാമമില്ല. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ മറിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ അധികം ബുദ്ധിജീവികളില്ലോ. അത് കൂടി 1, 2, 3 വിരലെണ്ണി തീർക്കാവുന്ന ആളുകളും. അതിൽ തന്നെ ഒരു മുന്തിയ ആളാണ് ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് ക്ലിപ്പിടാനൊന്നും ഇവിടെ KC വേണുഗോപാൽ വിചാരിച്ചാലോ മല്ലികാർജ്ജുൻ ഖാർഗെ വിചാരിച്ചാലോ രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ പോലുമോ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയട്ടത്. അത് നമ്മളെന്തിനും ഇത്ര അസ്വസ്ഥരാകുന്നത്? അദ്ദേഹത്തെ ശാസിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ ശാസിച്ചു എന്ന് വേണുഗോപാലും പറഞ്ഞിട്ടില്ല, ഖാർഗെയും പറഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും പറയുമ്പോഴേ നമുക്ക് തർക്കത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത് അഭിപ്രായം ആളുകൾ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസ് ലീഡർഷിപ്പ് ഇതുവരെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം ശശി തരൂർ ഒരു ബുദ്ധിജീവി എന്നുള്ള നിലയ്ക്ക് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനകത്ത് അത് ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, കോൺഗ്രസ് ഭരണഘടന മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അത് പ്രകാരം ശശി തരൂരിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ വച്ചു പുലർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് രാജ്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ പരമാധികാരത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ഭൂപരമായ ഐക്യത്തിനോ എതിരായിട്ടുള്ള അഭിപ്രായമല്ലോ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. ആ അഭിപ്രായത്തോട് യോജിക്കണം എന്നുള്ളവർക്ക് യോജിക്കാം, വിയോജിക്കണം എന്നുള്ളവർക്ക് വിയോജിക്കാം. അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് വിശ്വാസമുള്ളവർക്ക് ഇത് തെറ്റാണെന്ന് പറയാം. അതിനെന്താ തെറ്റുള്ള? എങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അംബേദ്കർ എഴുതിയ ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട്. കോൺഗ്രസ് ഭരണഘടനയിലും ഏതാണ്ട് ഇതൊക്കെ തന്നെ എഴുതണമെന്ന് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ്സിന് ഭരണഘടന ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയാം. ഉണ്ടെങ്കിൽ തന്നെ അതിലെന്തൊക്കെ വ്യവസ്ഥകളെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് എനിക്ക് ഭരണഘടന ആൾക്കാർ കാണാതെ പിടിക്കും. കാരണം എന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസ്സിന് ഭരണഘടന ഉണ്ടോ, ഭരണഘടനയിൽ എന്തൊക്കെ വ്യവസ്ഥകളുള്ളത്, കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായത്തോട് എല്ലാ കോൺഗ്രസിൻ്റെ സാധാരണ മെമ്പർമാർ 4 മെമ്പർമാർ അതേ രീതിയിൽ തന്നെ പറഞ്ഞോളണം എന്ന് വല്ല വ്യവസ്ഥ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ വ്യവസ്ഥ ഒരു കാലത്തും ആരും പാലിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിന് യാതൊരു പ്രസക്തിയുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. എനിക്കും എൻ്റേതായ അഭിപ്രായമുണ്ട്. തരൂരിനും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്, ഡോക്ടർ ഫസൽ ഗഫൂറിനുമുണ്ട്, പണിക്കർക്കും ഉണ്ട്, സുരേഷ് കുമാറിനും ആകാം. അതിന് യാതൊരു തെറ്റില്ല. കോൺഗ്രസ് പാർട്ടിയിലല്ലേ ഇത് പറ്റുള്ളൂ. കോൺഗ്രസ്സിൽ ഇല്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം രാജ്യത്ത് എവിടെയെങ്കിലും നിൽക്കുമോ? അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. വിഭിന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതിൽ ഇടതുപക്ഷക്കാരുണ്ട്, വലതുപക്ഷക്കാരുണ്ട്, ഹിന്ദുത്വവാദികളുണ്ട്, അഹിന്ദുത്വവാദികളുണ്ട്.
അംബേദ്കറൈറ്റുകളുണ്ട്, അംബേദ്കർ വിരുദ്ധരുണ്ട്, പല അഭിപ്രായക്കാരുണ്ട് ഇല്ലേ. കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ കാലത്തോട് അങ്ങനെയാണ്. അതിൻ്റെ ചരിത്രം അതാണ്, അതിൻ്റെ പാരമ്പര്യം അതാണ്, അതിൻ്റെ പൈതൃകം അതാണ്. അപ്പോൾ ആ പാർട്ടിയിൽ ഒരാൾ ഒരു അഭിപ്രായം ധൈര്യപ്പെട്ട് പറയുന്നു, അതിനിപ്പോൾ ഇത്ര വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറെ വലിയ അപകടം കൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തറിയാമോ, ഈ തരൂർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ആളുകൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്തോട്ട് പുറത്തുമുണ്ട്. അപ്പോൾ തരൂർ പറഞ്ഞ തെറ്റാണ് എന്ന് ഉറപ്പിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞാൽ നാളത്തെ ഖാർഗയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഖാർഗയുടെ കാര്യം വട്ടത്തിലാവും. ആളുകൾ അയാൾ വഴിക്കൂടി നടത്താൻ സമ്മതിക്കില്ല. അറിയാമോ? KC വേണുഗോപാലിന് ദന്തഗോപുരത്തിൽ കയറി ഇരുന്നാൽ മതി. ഖാർഗയ്ക്ക് വഴിയിലിറങ്ങി നടക്കണം, ആൾക്കാർ കൊങ്ങയ്ക്ക് പിടിക്കും. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ശശി തരൂർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഞാൻ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയട്ടെ. വിവരം അറിയും. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. കാരണം തരൂർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നവരാണ് ഇന്ത്യ രാജ്യത്ത് ബഹുഭൂരിപക്ഷം. കോൺഗ്രസ് ഒരു ഭാഗത്ത് 1971 ഇന്ദിരാഗാന്ധിയാണ് 2025 നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ മികച്ചത് എന്നൊരു ചെസ്റ്റംപിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ അദ്ദേഹം ന്യൂട്രലൈസ് ചെയ്യുകയാണ്. പക്ഷേ എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് നോക്കൂ. 1971 വിജയത്തിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്നത്തെ റിയാലിറ്റിയെ കമ്പയർ ചെയ്യുകയാണ്. അതായത് ഒരു ഫുൾ സ്കെയിൽ ആയിട്ടുള്ള യുദ്ധത്തെയും ഒരു സൈനിക നടപടി, ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിനെയും താരതമ്യം ചെയ്യുന്നതിനുള്ള അപാകത്തിനെ അദ്ദേഹം തുറന്നു കാട്ടുകയാണ്. ഇത് മാധ്യമങ്ങളുടെ കൺസംഷന് വേണ്ടിയിട്ടല്ല, പൊതുജനങ്ങളുടെ കൺസംഷന് വേണ്ടിയിട്ടല്ല, മറിച്ച് തൻ്റെ പാർട്ടിയിലെ തൻ്റെ സമകാലീനരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ അറിവിലേക്കാണ്. 71 യുദ്ധത്തിന്റെയും 2025 സൈനിക നടപടിയുടെയും ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു അന്നും. ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്തിനാണ് സീസ് ഫയറിന് പോയത്, POK വേണമെങ്കിൽ പിടിക്കാമായിരുന്നല്ലോ എന്ന്. എങ്കിൽ അന്നും POK വേണമെങ്കിൽ പിടിക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നില്ല. സമാധാനം കൊണ്ടുവരിക, ഒരു രാജ്യത്തിന് ലിബറേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ കൈവരിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, തീവ്രവാദികളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്, അതും അച്ചീവ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും അച്ചീവ് ചെയ്തപ്പോൾ ഒന്നാണ് മറ്റേതിനേക്കാൾ മികച്ചത് എന്ന് കോൺഗ്രസ്സുകാരാ നിങ്ങൾ ഇനി പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 100% ഞാൻ യോജിക്കുന്നു.